Dear students, welcome to CE 303 Structural Analysis 2 class. So next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ലെ ക്യാനിസ് മെത്തേഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്യാനിസ് മെത്തേഡ് നമ്മൾ മൾട്ടി സ്റ്റോറി ഫ്രെയിംസിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി യൂസ്ഫുൾ മെത്തേഡാണ് ക്യാനിസ് മെത്തേഡ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം ആണ്. അതായത് രണ്ട് സപ്പോർട്ട് എൻഡും ഫിക്സഡ് എൻഡ് ആണെങ്കിൽ ഹൗ ടു അനലൈസ് ദ കണ്ടിന്യൂസ് ബീം യൂസിങ് ക്യാനിസ് മെത്തേഡ്. First problem, analyze the continuous beam shown in figure by Canis method. So this is our question. So ഇവിടെ നമ്മുടെ എൻഡ് സപ്പോർട്ട് രണ്ട് സപ്പോർട്ടും ഫിക്സഡ് ആൻഡ് സപ്പോർട്ടാണ്. സോ ഫിക്സഡ് ആൻഡ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ബീമിനെ ക്യാനിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ എ ബി സി ഡി 3 സ്പാൻ കണ്ടിന്യൂസ് ബീമാണ് തന്നിട്ടുള്ളത്. എ ബിനകത്ത് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ബി സിയിൽ കോൺസെൻട്രേറ്റർ ലോഡ് പ്ലസ് യു ഡി എൽ രണ്ട് ടൈപ്പ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സി ഡിയിൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് സെൻട്രലിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേഷൻ തന്നെയാണ് ക്യാനിസ് മെത്തേഡിലെയും ഫസ്റ്റ് സ്റ്റെപ്പ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെയും കാൽക്കുലേറ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ സ്പാനെയും സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്പാൻ എ ബി ആണ്. എ ബിയിൽ ഒരു 20 കിലോ ന്യൂട്ടൺ കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് എം ഓഫ് എ ബി is equal to minus W L by 8, that is minus 20 into 4 by 8 is equal to minus 10 kilonewton meter. Similarly, M of BA is equal to plus W L by 8, that is plus 10 kilonewton meter എന്ന് കിട്ടും. ദെൻ ബി സി എടുക്കുകയാണെങ്കിൽ ബി സിനകത്ത് ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ബി സിനകത്ത് ഒരു കോൺസെൻട്രേറ്റർ ലോഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ലോഡ് വരുന്നുണ്ട് ബി സിയിൽ. അപ്പോൾ രണ്ട് ലോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിക്സഡ് മൊമെന്റുകൾ നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ബി സിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ യു ഡി എൽ കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12ഉം പിന്നെ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് എക്സെൻട്രിക് ആയിട്ടാണ് ആക്ട് കാരണം ഇവിടെ 4 മീറ്റർ ഡിസ്റ്റൻസും 2 മീറ്റർ ഡിസ്റ്റൻസും എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത് 6 മീറ്റർ ആണ്. അപ്പോൾ എക്സെൻട്രിക് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫിക്സഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആണ് when we consider member BC. Okay, so we have M of BC is equal to, അപ്പോൾ യു ഡി എൽ കാരണമുള്ള മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12ഉം കോൺസെൻട്രേറ്റർ ലോഡ് കാരണമുള്ള മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയറും ആ രണ്ട് ഫിക്സഡ് മൊമെന്റുകളും ആഡ് ചെയ്താലാണ് നമുക്ക് ഇവിടുത്തെ കേസിൽ ബി സിയിലെ ഫിക്സഡ് മൊമെന്റ് കിട്ടുക. സോ എം ഓഫ് ബി സി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12, ദാറ്റ് ഈസ് നമ്മുടെ യു ഡി എൽ കാരണമുള്ള ഫിക്സഡ് മൊമെന്റ്. ദെൻ നമ്മുടെ കോൺസെൻട്രേറ്റർ ലോഡ് എക്സെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത് കാരണമുള്ള ഫിക്സഡ് മൊമെന്റ് മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 15 ഇൻറ്റു 6 സ്ക്വയർ ബൈ 12 പ്ലസ് മൈനസ് 30 ഇൻറ്റു 4 into 2 square by 6 square. So we get minus 58.33 kilonewton meter. അതുപോലെ തന്നെ നമുക്ക് സി ബി കാൽക്കുലേറ്റ് ചെയ്യാം. സി ബി വരുമ്പോൾ അപ്പോൾ പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12 പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയർ എന്ന് വരും. യു ഡി എൽ കാരണമുള്ളത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12ഉം എക്സെൻട്രിക് ആയിട്ടുള്ള കോൺസെൻട്രേറ്റർ ലോഡ് കാരണമുള്ളത് ഡബ്ല്യു എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയറും. സോ രണ്ടും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എം ഓഫ് സി ബി ഇസ് ഈക്വൽ ടു W L square by 12 plus W A square B by L square. Then substitute the values. So we get 71.67 kilonewton meter. Then next span is CD ആണ്. CD യിൽ കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രൽ തന്നെയാണ് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് മൈനസ് ഡബ്ല്യു എൽ ബൈ 8. ദാറ്റ് ഈസ് എം ഓഫ് സി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ബൈ 8 മൈനസ് 40 ഇൻറ്റു 4 ബൈ 8, ദാറ്റ് ഈസ് മൈനസ് 20 kilonewton meter. Similarly, M of D is equal to plus W L by 8, that is 20 kilonewton meter. Okay. The next step is rotation factor. നമ്മുടെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനകത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരുന്നു. ക്യാനിസ് മെത്തേഡിൽ നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ ആണ്. നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് റൊട്ടേഷൻ ഫാക്ടർ. സോ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഓക്കെ, മൈനസ് 1/2 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് മൈനസ് 1/2 ഇൻറ്റു കെ ബൈ സിഗ്മ കെ. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കെ ബൈ സിഗ്മ കെ ആയിരുന്നു. ഓക്കെ, അതിനെ മൈനസ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് റൊട്ടേഷൻ ഫാക്ടർ.
നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് RF എന്നാണ്. സോ RF is equal to -1/2 into distribution factor, that is -1/2 into K by sigma K. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ടേബിൾ വരച്ചിട്ട് ഓരോ ജോയിൻസും കൺസിഡർ ചെയ്തിട്ട് ജോയിൻറ്റിലെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ K എന്ന് പറഞ്ഞത് സ്റ്റിഫ്നെസ് ആണ്. സിഗ്മ K എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റിൽ വരുന്ന എല്ലാ സ്റ്റിഫ്നെസ്സിൻ്റെയും സമ്മാണ്. ഫസ്റ്റ് ജോയിൻറ്റ് കൺസിഡർ ചെയ്യാം, ജോയിൻറ്റ് B. സോ ജോയിൻറ്റ് ബിയിനകത്ത് രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്, BA ആൻഡ് BC. സോ BA മെമ്പർ എടുക്കുമ്പോൾ ഫാർ എൻഡ് A എന്നുള്ള സപ്പോർട്ടാണ്. A സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L വരും. ഐയുടെ വാല്യൂ I തന്നെയാണ്. ലെങ്ത് ഓഫ് ദ മെമ്പർ 4 മീറ്റർ ആണ്. സോ വി ഗെറ്റ് EI. ദെൻ BC, കൺസിഡർ BC. BCനകത്തുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ 2I ആണ്. അതുപോലെ BCയിലെ സപ്പോർട്ട്, ഫാർ ആൻഡ് സപ്പോർട്ട് C ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. കണ്ടിന്യൂസ് സപ്പോർട്ട് ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. So, stiffness value K is equal to 4EI/L. Then substitute 4E into I value 2I ആണ്, length 6 ആണ്. So, we get 4/3 EI. The next column sigma K. Sigma K എന്ന് പറഞ്ഞാൽ ഒരു ജോയിനിലെ എല്ലാ സ്റ്റിഫ്നെസ് വാല്യൂസും ആഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് രണ്ട് മെമ്പേഴ്സ് ആണുള്ളത്. രണ്ട് മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് EI plus 4/3 EI, 2.33 EI. ദെൻ റൊട്ടേഷൻ ഫാക്ടർ ആണ്. റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു -1/2 into K by sigma K ആണ്. സോ -1/2 into EI/2.33 EI. സോ വി ഗെറ്റ് -0.214. സിമിലർലി BCയിൽ -1/2 into 4/3 EI divided by 2.33 EI. സോ വി ഗെറ്റ് -0.286. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ജോയിന്റ് കൂടെ ഉണ്ട്, C എന്ന് പറഞ്ഞ ജോയിന്റ്. C എന്ന് പറഞ്ഞ ജോയിന്റിലും രണ്ട് മെമ്പേഴ്സ് ആണുള്ളത്, CB ആൻഡ് CD. സോ ഫസ്റ്റ് CB എടുക്കുകയാണെങ്കിൽ B ആണ് ഫാർ എൻഡ് കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ സ്റ്റിഫ്നെസ് 4EI/L. So here moment of inertia is 2I and length is 6. Therefore we get 4E into 2I/6, that is 4/3 EI. നെക്സ്റ്റ് മെമ്പർ CD. CDയിൽ D എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഫാർ ആൻഡ് സപ്പോർട്ട് D ആണ്. ഫാർ ആൻഡ് സപ്പോർട്ട് ആയിട്ടുള്ള D ഇവിടെ ഫിക്സഡ് സപ്പോർട്ട് ആണ്. സോ വി ഗെറ്റ് 4EI/L. ലെങ്ത് ഓഫ് ദ മെമ്പർ 4 ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I. Therefore we get EI. Then the total stiffness sigma K is equal to 4/3 EI plus EI, that is 2.33 EI. Then rotation factor CB എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to -1/2 into 4/3 EI by 2.33 EI, that is -0.286. അതുപോലെ CD എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ is equal to -1/2 into EI by 2.33 EI, that is -0.214. ഓക്കെ, സോ ഇവിടെ -1/2 into K by sigma K ആണ്. സോ റൊട്ടേഷൻ ഫാക്ടർ എല്ലാം നെഗറ്റീവ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഒരു ജോയിന്റിലെ റൊട്ടേഷൻ ഫാക്ടറുകൾ നമുക്ക് ആഡ് ചെയ്താൽ -1/2, ദാറ്റ് ഈസ് -0.5 കിട്ടും. സോ ഈ രണ്ട് B എന്ന് പറഞ്ഞ ജോയിന്റിൽ രണ്ട് മെമ്പേഴ്സിലെ റൊട്ടേഷൻ ഫാക്ടർ ആഡ് ചെയ്താൽ നമുക്ക് -0.5 കിട്ടും. അതുപോലെ C എന്ന് പറഞ്ഞ ജോയിന്റിലെ റൊട്ടേഷൻ ഫാക്ടർ ആഡ് ചെയ്താലും -0.5 കിട്ടും. അപ്പോൾ ഒരു ജോയിന്റിൽ വരുന്ന ടോട്ടൽ റൊട്ടേഷൻ ഫാക്ടർ നമുക്ക് ആഡ് ചെയ്താൽ -0.5 ആണ് വരിക. നെക്സ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് കാനിസ് ടേബിൾ ആണ്. നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ച പോലെ തന്നെ ഇവിടെ കാനിസ് മെത്തേഡിനകത്ത് കാനിസ് ടേബിൾ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ബീം നമ്മൾ വരച്ചു. അതിൽ ജോയിന്റിനെ നമ്മളൊരു ബോക്സ് ആയിട്ട് വരക്കും. ജോയിന്റ് ബിയിലും ജോയിന്റ് സിയും നമ്മളൊരു ബോക്സ് വരക്കുക. ഇത് നമ്മൾ ABCD മാർക്ക് ചെയ്തു, ജോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഇവിടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് വാല്യൂസ് എൻ്റർ ചെയ്യാം. സോ ABയിലെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് -10 ആണ്. അതിവിടെ AB എന്ന് പറഞ്ഞ മെമ്പറിൽ മാർക്ക് ചെയ്തു. ദെൻ Bയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് +10 ആണ്. അത് ഈ B എന്ന് പറഞ്ഞ ജോയിന്റിൽ മാർക്ക് ചെയ്തു. ദെൻ BCയിലെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് -58.33 ആയിരുന്നു. അതിവിടെ മാർക്ക് ചെയ്തു. ദെൻ CBയിൽ 71.67, അതിവിടെ CB എന്ന് പറഞ്ഞ മെമ്പറിൽ മാർക്ക് ചെയ്തു. ദെൻ CDയിൽ -20 ആൻഡ് DCയിൽ +20. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാനിസ് ടേബിൾ വരച്ചു. ജോയിൻസിനകത്ത് ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ദെൻ അതിൻ്റെ മുകളിൽ ആ ഒരു ലൈനിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് എല്ലാം ഓരോ മെമ്പറിലെയും ഫിക്സഡ് ആൻഡ് മൊമെന്റ്സും എഴുതി. ദെൻ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് അഗൈൻ നമ്മളൊരു കുഞ്ഞു ബോക്സ് വരക്കുക. ദെൻ ഇവിടെ ഈ ഒരു ബോക്സിനകത്ത് നമ്മുടെ ടോട്ടൽ സിഗ്മ MB ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ജോയിന്റിൽ വരുന്ന ടോട്ടൽ മൊമെന്റിന്റെ സമ്മാണ് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ 10 - 58.33. ഇവിടുത്തെ BA എന്ന് പറഞ്ഞാൽ സിഗ്മ MB എന്ന് പറഞ്ഞാൽ MBA പ്ലസ് MBC വരും. ഓക്കെ, MBA പ്ലസ് MBC വരും. ഇതാണ് നമ്മുടെ BA, ഇതാണ് നമ്മുടെ മെമ്പർ BC.
ഓക്കെ, അപ്പോൾ ബി എയിലെയും ബി സിയിലെയും മൊമെന്റ്സുകൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 10 പ്ലസ് മൈനസ് 58.33. സോ വി ഗെറ്റ് മൈനസ് 48.33. അത് നമ്മൾ ഈ സെൻട്രൽ ബോക്സിനകത്ത് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ ജോയിന്റിലും സെയിം, നമ്മൾ ഉള്ളിലൊരു ബോക്സ് വരച്ചു. ദെൻ സിഗ്മ എം സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എം സി എന്ന് പറഞ്ഞാൽ എം സി ബി പ്ലസ് എം സി ഡി. ദിസ് ഈസ് നമ്മുടെ സി ബി എന്ന് പറഞ്ഞ മെമ്പർ. Then this CD. So sigma MC, that is MCB plus MCD is equal to 71.67 plus minus 20, that is 51.67 എന്ന് കിട്ടും. അത് നമ്മൾ സെൻട്രലിലെ ബോക്സിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ മാർക്ക് ചെയ്യണം. മുമ്പ് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിരുന്നു, ഇവിടെ നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ ആണ്. സോ ഓരോ ജോയിന്റിലെയും റൊട്ടേഷൻ ഫാക്ടർ നമ്മൾ മാർക്ക് ചെയ്യണം. സോ ബി എ എന്ന് പറഞ്ഞ മെമ്പറുടെ റൊട്ടേഷൻ ഫാക്ടർ നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്യും. ബി സിയുടെ റൊട്ടേഷൻ ഫാക്ടർ നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്പേസിൽ മാർക്ക് ചെയ്യും. ദെൻ സി ബിയുടെ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ മാർക്ക് ചെയ്യുക. സി ഡിയുടെ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ സി ഡിക്ക് അടുത്ത് ഉള്ള സ്പേസിൽ മാർക്ക് ചെയ്യുക. ബി എയിലെ റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.214, ബി സിയിൽ മൈനസ് 0.286, സി ബിയിൽ മൈനസ് 0.286 ആൻഡ് സി ഡിയിൽ മൈനസ് 0.214. നമ്മൾ റൊട്ടേഷൻ ഫാക്ടർ എല്ലാം മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ക്യാനസ് ടേബിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്കിനി ഈ ഒരു മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൊട്ടേഷന്റെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഡിഫറെൻറ്റ് സൈക്കിൾസ് ഓരോ സൈക്കിളായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് സൈക്കിൾ ചെയ്യുന്ന വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് ടേബിളിനകത്ത്, ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടാണെങ്കിൽ നമുക്കറിയാം റൊട്ടേഷൻ 0 ആണ്, റൊട്ടേഷനും ഡിഫ്ലക്ഷനും ഒക്കെ 0 ആണ്. അതുകൊണ്ട് ഇവിടെ എയിലും റൊട്ടേഷൻ ഉണ്ടാവില്ല, 0 ആണ്. ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും റൊട്ടേഷൻ 0 ആയിരിക്കും. ബാക്കി നമ്മുടെ മെമ്പേഴ്സ് ബി എ, ബി സി, സി ബി, സി ഡിയിൽ റൊട്ടേഷൻ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് ആണ്, നമുക്ക് കുറേ സൈക്കിൾസ് ചെയ്യേണ്ടി വരും. എപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള രണ്ട് സൈക്കിളുകളുടെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആകുന്നവരെ നമ്മൾ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് രണ്ട് സൈക്കിളുകളിലേക്ക് കിട്ടിയ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഈ ഒരു സൈക്കിൾ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഈ റൊട്ടേഷൻ വാല്യൂസ് യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് ഫസ്റ്റ് സൈക്കിൾ നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ സൈക്കിൾ 1ൽ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇപ്പം നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എം ഡാഷ് ബി എ, നമ്മൾ റൊട്ടേഷനെ മാർക്ക് ചെയ്യുന്നത് എം ഡാഷ് എന്നുള്ള ടേമിലാണ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷനെ മാർക്ക് ചെയ്യുക. എം ഡാഷ് ബി എസ് ഈക്വൽ ടു ആർ എഫ് ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഫാർ എൻഡ്. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ. എ എന്ന് പറഞ്ഞ മെമ്പർ നമ്മൾ പറഞ്ഞു ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷന്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ മെമ്പർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. എയും ഡിയും ഫിക്സഡ് ആയതുകൊണ്ട് അവിടുത്തെ റൊട്ടേഷൻ വാല്യൂസ് 0 ആയിരിക്കും. അപ്പോൾ അതിന്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പർ ആണ് ഫസ്റ്റ് എടുക്കുന്നത്. സോ എം ഡാഷ് ബി എ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അലോങ് ദ മെമ്പർ ബി എസ് ഈക്വൽ ടു ആർ എഫ് എന്ന് പറഞ്ഞ റൊട്ടേഷൻ ഫാക്ടർ, ആ ഒരു മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ ഫാക്ടർ, ദെൻ ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ്, ദാറ്റ് ഈസ് ആ ഒരു ജോയിന്റ് ബിയിലുള്ള ഫിക്സഡ് മൊമെന്റ് നമ്മളൊരു ബോക്സിനകത്ത് മാർക്ക് ചെയ്തല്ലോ. ആ ഒരു ഫിക്സഡ് മൊമെന്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബോക്സിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ സെൻറ്ററിലെ ബോക്സിനകത്ത് മാർക്ക് ചെയ്ത വാല്യൂ ആണ് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് ബി. ദെൻ സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്, തൊട്ടടുത്തുള്ള ഫാർ എൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് ആണ്. അത് രണ്ടും ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ എം ഡാഷ് ബി എ, ദാറ്റ് ഈസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ബി എ. നമ്മൾ ഫസ്റ്റ് മെമ്പർ എടുക്കുകയാണ്. ഫസ്റ്റ് സൈക്കിളാണ് നമ്മുടെ ഫസ്റ്റ് മെമ്പർ എടുത്തു, എം ഡാഷ് ബി എ. സോ എം ഡാഷ് ബി എയിൽ ബി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ് വരുന്നത് അല്ലെ. ബി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പർ എടുത്തത്, അതുകൊണ്ടാണ് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് ബി. സി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുമ്പോൾ സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് സി വരും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റിലെ ഫിക്സഡ് മൊമെന്റിന്റെ സം. അപ്പോൾ ഇവിടെ എം ഡാഷ് ബി എ എടുത്തു. എം ഡാഷ് ബി എസ് ഈക്വൽ ടു ഫസ്റ്റ് റൊട്ടേഷൻ ഫാക്ടർ, ബി എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.214 ആണ്. ദെൻ അത് എഴുതി. ദെൻ സിഗ്മ ഫിക്സഡ് മൊമെന്റ് നമ്മൾ തൊട്ട് മുമ്പ്
ബി എന്ന് പറഞ്ഞ ജോയിന്റ് നമ്മൾ സെൻട്രൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് നമ്മുടെ സിഗ്മ ഫിക്സഡ് മൊമെന്റ്സ് ആണ് അല്ലെ. 10ഉം -58.33 ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ -48.33. സോ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി ആണ്. അതുപോലെ 51.67 എന്നുള്ളത് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി ആണ്. അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ബോക്സിൽ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുള്ള ടേം ആണ് നമ്മുടെ സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി. അതുപോലെ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ഫാക്ടർ ആണ് -0.214, ബി സിയിൽ -0.286, സി ബിയിൽ -0.286 ആൻഡ് സി ഡിയിൽ -0.214. ഓക്കെ, സോ നമ്മൾ -48.33 മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് വേണ്ട നെക്സ്റ്റ് ടേം സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ആണ്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് ബി ആണ്. ബിയുടെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എ ബി സി ഡി, ഓക്കെ, നമ്മുടെ മെമ്പർ എ ബി സി ഡി ആണ് നമ്മുടെ കണ്ടിന്യൂസ് ബീം. ഓക്കെ, നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫാർ എൻഡ് എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞ ജോയിന്റിന്റെ ഫാർ എൻഡ് സപ്പോർട്ടുകൾ എയും സിയും ആണ്. ബി എന്ന് പറഞ്ഞ ജോയിന്റിന്റെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് എ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്. അതിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ്, ഫാർ എൻഡിൽ നിന്ന് റൊട്ടേഷന്റെ എഫക്റ്റ് നമ്മുടെ തൊട്ടടുത്ത ജോയിന്റ് മെമ്പറിലേക്ക് വരും. അതിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. സോ ഇത് ഫസ്റ്റ് സൈക്കിളാണ്. ഫസ്റ്റ് സൈക്കിൾ ആയതുകൊണ്ട് ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ അസ്യൂം ചെയ്യും. ബട്ട് ഇവിടെ നമ്മുടെ പറഞ്ഞു എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്നത്, ദാറ്റ് ഈസ് എ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മെമ്പർ എ ബി ആണ്. നമ്മൾ ബി എയിലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഫാർ എൻഡിലെ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ എ ബി ആണ്. നെക്സ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ സി ബി ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞ ഫാർ എൻഡ് സപ്പോർട്ടിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ സി ബി ആണ്. സോ എ ഫിക്സ്ഡ് ആണ്. എ ബിയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും, റൊട്ടേഷൻ വാല്യൂ ഉണ്ടാവില്ല എ ഫിക്സ്ഡ് ആയതുകൊണ്ട്. സി ബി എന്ന് പറഞ്ഞ മെമ്പറിന് സി ആണ് ബിയുടെ നെക്സ്റ്റ് ഫാർ എൻഡ് സി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. അതിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ സി ബി ആണ്. അപ്പോൾ സി ബിയിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. ബട്ട് ഇത് ഫസ്റ്റ് സൈക്കിളാണ്. അപ്പോൾ സി ബി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബി എയിലെ വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനീഷ്യലി സി ബി എന്ന് പറഞ്ഞ മെമ്പറിൽ നിന്ന് റൊട്ടേഷൻ വാല്യൂസ് ഒന്നുമില്ല. ഫസ്റ്റ് സൈക്കിളിൽ ഫസ്റ്റ് നമ്മൾ സി ബിയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യും. ഓക്കെ, സി ബിയുടെ വാല്യൂ 0 എന്ന് അസ്യൂം ചെയ്തു. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഫാർ എൻഡുകളേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞ ഫാർ എൻഡിൽ എയും സിയും ആണ് രണ്ട് ഫാർ എൻഡുകൾ. ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ എ ബിയും സി ബി ആണ്. എ ബിയിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം എ ഫിക്സഡ് സപ്പോർട്ടാണ്. സി ബിയിൽ നിന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് നെക്സ്റ്റ് ടേം. അത് ഇനീഷ്യൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇനീഷ്യൽ വാല്യൂ ഒന്നുമില്ല, ദാറ്റ് ഈസ് നമ്മൾ 0 എന്ന് എടുക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 10.34. ഓക്കെ, എം ഡാഷ് ബിയുടെ വാല്യൂ കിട്ടി നമുക്ക് 10.34. നെക്സ്റ്റ് മെമ്പർ ബി സി, ബി എ എടുത്തു. നെക്സ്റ്റ് ബി സി എടുക്കുക. എം ഡാഷ് ബി സി ഈസ് ഈക്വൽ ടു, ഇവിടെയും ജോയിന്റ് ബി ആണ്. അപ്പോൾ സിഗ്മ ഫിക്സഡ് മൊമെന്റ് തന്നെ വരിക. ദെൻ ഇവിടുത്തെ ചേഞ്ച് എന്നാൽ റൊട്ടേഷൻ ഫാക്ടറിന്റെ വാല്യൂ ചേഞ്ച് വരും. നമ്മുടെ ഇക്വേഷൻ തന്നെയാണ്. ബി എക്ക് പകരം ഇവിടെ ബി സി ആയി. ഓക്കെ, ബി എക്ക് പകരം ബി സി ആയി. ബി സിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി. ബി സി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുകയാണെങ്കിലും അവിടുത്തെ ജോയിന്റ് ബി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഒന്നും ചേഞ്ച് വരില്ല, ആകെ റൊട്ടേഷൻ ഫാക്ടർ മാത്രമാണ് ചേഞ്ച് വരിക. സോ റൊട്ടേഷൻ ഫാക്ടർ ബി സിയിൽ -0.286 ആണ്. സോ -0.286 ഇൻറ്റു ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി -48.33. എ ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 ആൻഡ് സി ബിയിൽ ഇനീഷ്യൽ വാല്യൂ സി ബി നമുക്ക് ഫസ്റ്റ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് സി ബിയുടെ വാല്യൂ 0 വരും. So we get 13.82. നമ്മൾ ബി എയിലെയും ബി സിയിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സി എന്ന് പറഞ്ഞ ജോയിന്റ് എടുക്കണം. സി ബി ആണ് നെക്സ്റ്റ് മെമ്പർ. സോ എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ ബി എക്ക് പകരം നെക്സ്റ്റ് സി ബി വന്നു. സി ബി വരുമ്പോൾ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബിക്ക് പകരം സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി വരും. കാരണം നമ്മുടെ സി ബി എന്ന് പറഞ്ഞ മെമ്പറിലെ ജോയിന്റ് സി ആണ്. ദർഫോർ ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി. So m dash cb is equal to, first നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ cbയിലെ റൊട്ടേഷൻ ഫാക്ടർ -0.286 ഇൻറ്റു ഫസ്റ്റ് ടേം സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി ആണ്, കാരണം നമ്മൾ മെമ്പർ സി ബി ആണ്, സി ആണ് ജോയിന്റ്.
സോ സി ബിയിലെ സി എന്ന് പറഞ്ഞ ജോയിനിൽ സമ്മേഷൻ ഓഫ് ഫിക്സഡ് മൊമെന്റ് 51.67 നമ്മൾ നേരത്തെ കണ്ടു ഫിഗറിൽ ടേബിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സെൻട്രൽ എഴുതിയത് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി അതിന്റെ വാല്യൂ 51.67 ആണ്. ദെൻ നമുക്ക് ഫാർ എൻഡിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ജോയിന്റ് സി ആണ്. ജോയിന്റ് സിയുടെ രണ്ട് ഫാർ എൻഡുകളുണ്ട്. ബി എന്ന് പറഞ്ഞ ജോയിന്റും ഉണ്ട്, ഡി എന്ന് പറഞ്ഞ ജോയിന്റും. ഓക്കെ, അപ്പോൾ സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ബിയിൽ നിന്നുള്ള മെമ്പർ ബി സി ആണ്. ദെൻ ഡിന്ന് കണക്ട് ചെയ്യുന്ന മെമ്പർ ഡി സി ആണ്. ഓക്കെ, ഡി എന്നുള്ള സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഡി സിയിൽ നിന്നുള്ള വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബിയിൽ നിന്ന് സിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ ബി സി ആണ്. ബിയിൽ നിന്ന് സിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ ബി സി ആണ്. ബി സിയുടെ റൊട്ടേഷൻ വാല്യൂ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എം ഡാഷ് ബി സി. ബി സി എന്ന് വരുന്നത് നമുക്ക് വേണ്ട എന്താണ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഫാർ എൻഡ് ആണ്. അപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ബി സിയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി സിയും ആണ്. ഫാർ എൻഡ് ആയിട്ടുള്ളത് ബി സപ്പോർട്ടും ഡി സപ്പോർട്ടാണ്. അതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന മെമ്പർ ബി സിയും ഡി സിയും ആണ്. സോ നമുക്ക് ഇവിടെ വരുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ബി സിയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി സി ആണ്. ഡി എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷൻ വാല്യൂ 0 ആണ്. അതെപ്പോഴും അപ്പോൾ 0 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ബി സി എന്ന മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബി സിയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 13.82 ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 13.82. ദെൻ ഡി സി 0. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എം ഡാഷ് സി ബി ഈക്വൽ ടു -18.73. ഓക്കെ, നെക്സ്റ്റ് മെമ്പർ എം ഡാഷ് സി ഡി ആണ്. എം ഡാഷ് സി ഡി ഇസ് ഈക്വൽ ടു എം ഡാഷ് സി ഡിയിലെ സി ഡി എന്ന് പറഞ്ഞ മെമ്പറിൽ റൊട്ടേഷൻ ഫാക്ടർ -0.214 ആണ്. ദെൻ സം ഓഫ് ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് സി സെയിം 51.67 തന്നെ. ദെൻ ബി സി എന്ന് വരുന്ന മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് 13.82. ഇത് ബി സിയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അത് ചേഞ്ച് ഒന്നും വരില്ല, കാരണം തൊട്ട് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സി ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ബി സിയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് വേണ്ടത്. തൊട്ടടുത്ത സി എന്ന് പറഞ്ഞ ജോയിന്റിന്റെ തൊട്ടടുത്തുള്ള മെമ്പർ ഫാർ എൻഡ് മെമ്പർ ഡി സി ആണ്. ദെൻ ഡി സിയും ഡി സി ഫിക്സഡ് ആയതുകൊണ്ട് ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയതുകൊണ്ട് ഡി സിയിലുള്ള വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -14.01 കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഡി സി എന്ന് പറഞ്ഞ മെമ്പറാണ്. ഡി എന്നുള്ളത് ഓൾറെഡി എന്താണ് ഫിക്സഡ് സപ്പോർട്ട് ആണ്. അപ്പോൾ ഡി സിയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ 0 ആണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയിരിക്കും വരിക. അതുപോലെ തന്നെ എം ഡാഷ് എ ബിയും 0 ആയിരിക്കും. എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ ഒരു എല്ലാ മെമ്പേഴ്സിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ നമ്മൾ കാനിസ് ടേബിളിൽ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് കാനിസ് ടേബിൾ. നെക്സ്റ്റ് നമ്മൾ താഴെ ഓരോ മെമ്പേഴ്സിലും കിട്ടിയ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് മാർക്ക് ചെയ്യും. സോ ഇത് നമ്മുടെ ഇനീഷ്യൽ നമ്മൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ടേബിളാണ്. അതിൻ്റെ താഴെ നമ്മൾ ഓരോ മെമ്പറിലും കിട്ടിയ ഫസ്റ്റ് സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യുക. സോ എ എന്ന് പറഞ്ഞ മെമ്പർ ഫിക്സഡ് ആയതുകൊണ്ട് എ ബിയിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ദെൻ ബി എ നമുക്ക് കിട്ടി 10.34. അത് നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പറിന്റെ താഴെ മാർക്ക് ചെയ്യുക. ദെൻ ബി സിയിൽ നമുക്ക് കിട്ടി 13.82. ദെൻ സി ബിനകത്ത് -18.73. സി ഡിയിൽ -14.01. ദെൻ ഡി സിയിൽ ഡി എന്ന് പറഞ്ഞ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷൻ വാല്യൂ ഇല്ല, 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കാനിസ് ടേബിളിന്റെ താഴെ കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് സൈക്കിൾ നോക്കാം. സെക്കൻഡ് സൈക്കിൾ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എം ഡാഷ് ബി എ റൊട്ടേഷൻ ഫാക്ടർ -0.214 ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി ദാറ്റ് ഈസ് -48.33. ദെൻ നമുക്ക് എ എന്ന് പറഞ്ഞ ജോയിന്റിൽ നിന്ന് എ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എ ഫിക്സഡ് ആയതുകൊണ്ട് എപ്പോഴും എ ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ ഫാക്ടർ 0 ആയിരിക്കും, റൊട്ടേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സി ബി ആണ്. നമ്മൾ പറഞ്ഞു ബി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ബിയുടെ രണ്ട് ഫാർ എൻഡുകൾ എയും സിയും ആണ്. എ എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നും സി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നും ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ എ ബി ആൻഡ് സി ബി ആണ്. സോ എ ബിയിൽ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് എ ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ വാല്യൂ 0 ആയിരിക്കും. ബട്ട് നമുക്ക് തൊട്ട് മുമ്പത്തെ സൈക്കിളിൽ സി ബിക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അല്ലേ, സി ബിക്ക് നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? -18.73. അല്ലെ, ഇനീഷ്യലി നമ്മൾ പറഞ്ഞു സി ബിയിൽ ഇനീഷ്യൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സി ബിയുടെ വാല്യൂ 0 ആയിട്ട് അസ്യൂം ചെയ്തു. ബട്ട് നമ്മൾ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിലും വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയ വാല്യൂ സി ബിയുടെ വാല്യൂ കിട്ടിയത് -18.73 ആണ്. ഇത് നമ്മൾ സെക്കൻഡ് സൈക്കിളിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എം ഡാഷ് സി ബിയുടെ വാല്യൂ -18.73 ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ സി ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ ഫാക്ടർ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് -18.73. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 14.35. നെക്സ്റ്റ് നമ്പർ ബി സി ആണ്. M'(BC) is equal to റൊട്ടേഷൻ ഫാക്ടർ ചേഞ്ച് ആയി -0.286. ദെൻ ഈ ബ്രാക്കറ്റിലെ ടേം ഒരു ജോയിന്റിന് സെയിം ആയിരിക്കും. ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ തന്നെ അടുത്ത മെമ്പറാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം ഒരു ജോയിന്റിന് സെയിം ആയിരിക്കും. ഇത് നമ്മൾ സിഗ്മ MB ആണ്. ദെൻ എ ബിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷനും സിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അതൊരു ജോയിന്റിലെ എല്ലാ മെമ്പേഴ്സിനും സെയിം ആയിരിക്കും. ബിന്റെ അതേ തന്നെ ആയിരിക്കും ബി സിക്കും വരിക. ആകെ അവിടുത്തെ ചേഞ്ച് റൊട്ടേഷൻ ഫാക്ടർ മാത്രമായിരിക്കും. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 19.18. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് ജോയിന്റ് എടുക്കുകയാണ്. സി എന്ന് പറഞ്ഞ ജോയിന്റിലെ മെമ്പർ സി ബി, ദാറ്റ് ഈസ് M'(CB). M'(CB) is equal to -0.286 into sigma fixed moment at joint C 51.67. ദെൻ ഇവിടെ നമുക്ക് ഫാർ എൻഡ് മെമ്പർ വരുന്നത് ഒന്ന് ബി സി ആണ്. ബിയിൽ നിന്ന് വരുന്ന മെമ്പർ ബി സി. ദെൻ ഡി സി. ഡി എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഡി സിയിലെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ദെൻ ബി സി നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ മെമ്പർ ബി സി 19.18. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -20.26. ഓക്കെ, ഈ M'(CB'യുടെ വാല്യൂ നമ്മൾ നെക്സ്റ്റ് സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് വരിക. നമ്മൾ ബി എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ ബി എ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സി ബിയുടെ റൊട്ടേഷൻ ഫാക്ടർ വേണമായിരുന്നു. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ സൈക്കിൾ 1 കിട്ടിയ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് സി ബിക്ക് വാല്യൂ കിട്ടി -20.26. അത് നെക്സ്റ്റ് സൈക്കിളിൽ M'(BA) കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ ബി സിയുടെ വാല്യൂ M'(BC'യുടെ വാല്യൂ സെയിം സൈക്കിളിൽ M'(CB) യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ബി സിയിൽ നിന്നുള്ള റൊട്ടേഷൻ ഫാക്ടർ വേണമായിരുന്നു. അത് തൊട്ട് മുമ്പ് നമ്മൾ സെയിം സൈക്കിളിൽ നിന്നുള്ള വാല്യൂ ആണ് യൂസ് ചെയ്യുക. സി ബിയുടെ വാല്യൂ നമ്മൾ നെക്സ്റ്റ് സൈക്കിളിലേക്കാണ് യൂസ് ചെയ്യുക. ദെൻ M'(CD) is equal to നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ ചേഞ്ച് ചെയ്യും. ബാക്കി ബ്രാക്കറ്റിലെ ടേം സെയിം ആയിരിക്കും. കാരണം ജോയിന്റ് മാറുന്നില്ല. സി എന്ന് പറഞ്ഞ ജോയിന്റ് തന്നെയാണ്. So we get -0.214 into 51.67 plus 19.18 plus 0. ഇത് ഡി സിയിലെ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടറും ഇത് ബി സിയിലും. ഓക്കെ, so we get -15.16. ഇവിടെ നമ്മുടെ റൊട്ടേഷൻ സൈക്കിൾ 2 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ M'(AB'യും M'(DC'യും ഓൾറെഡി 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് എഴുതാത്തത്. ഈ വാല്യൂസ് നമുക്ക് നമ്മുടെ ക്യാനസ് ടേബിളിനകത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സൈക്കിളിലെ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടെ സെക്കൻഡ് സൈക്കിളിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യാം. ബി എനകത്ത് നമുക്ക് 14.35, ബി സിയിൽ 19.18, സി ബിയിൽ -20.26, ദെൻ സി ഡിയിൽ -15.16. ഡിയിലും എയിലും ഫിക്സ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷൻ വാല്യൂ 0 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്ത രണ്ട് സൈക്കിളിലെ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. 4 ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ തൊട്ടടുത്ത രണ്ട് സൈക്കിളിലെ വാല്യൂസുകൾ തമ്മിൽ നെഗ്ലിജിബിൾ, വളരെ കുറഞ്ഞ ഡിഫറൻസ് മാത്രമാകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് വീണ്ടും സൈക്കിൾ ചെയ്യണം. സോ സൈക്കിൾ 3, M'(BA) is equal to റൊട്ടേഷൻ ഫാക്ടർ -0.214, ദെൻ സിഗ്മ ഫിക്സഡ് മൊമെന്റ് -48.33, ദെൻ എ ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ വാല്യൂ 0. നമുക്ക് വരുന്നത് നെക്സ്റ്റ് സി ബി ആണ്. സി ബിയിൽ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടേബിൾ നോക്കിയാൽ മതി, നമുക്ക് ടേബിളിൽ നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ടേബിളിൽ നമുക്ക് ഇവിടെ സി ബിയിൽ നിന്ന് വരുന്ന വാല്യൂ റൊട്ടേഷൻ ഫാക്ടർ -20.26 ഉണ്ട്. സോ അത് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ വാല്യൂ -20.26, സി ബിയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 14.68. Similarly, M'(BC) is equal to rotation factor -0.286, sigma fixed moment along the sigma fixed moment at joint B -48.33. Then AB എന്ന് വരുന്ന rotation contribution 0. Then CB എന്ന് വരുന്ന rotation contribution -20.26. Okay, so we get M'(BC) is equal to 19.62. Then next M'(CB), that is rotation factor -0.286, sigma fixed moment at joint C 51.67 plus BCയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ ഫാക്ടർ നമുക്ക് ഇവിടെ തൊട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട് 19.62, that is 19.62. ദെൻ വരുന്നത് ഡി സി ആണ്. ഡി എന്നുള്ളത് ഫിക്സഡ് ആയതുകൊണ്ട് ഡി സിയുടെ വാല്യൂ 0. ഡി സിയിലെ വാല്യൂ 0 ആയിരിക്കും, എ ബിയിലെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഡിയും എയും ഫിക്സഡ് ഉണ്ടായതുകൊണ്ട് എപ്പോഴും ഈ ഒരു പ്രോബ്ലത്തിനകത്ത് 0 തന്നെ വരിക. ഫിക്സഡ് ആയതുകൊണ്ടാണ് റൊട്ടേഷൻ 0 ആണ്. ഓക്കെ, ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -20.39.
M dash CD is equal to minus 0.214 into sigma MC 51.67 ഉം ബി സിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് 19.62 നമ്മളിവിടെ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡി സിയിലെ റൊട്ടേഷൻ ഫാക്ടർ 0 ആയിരിക്കും ബിക്കോസ് ഡി എന്ന് പറഞ്ഞ ഫിക്സഡ് സപ്പോർട്ടാണ്. സോ വി ഗെറ്റ് മൈനസ് 15.26. ദെൻ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ക്യാനിസ് ടേബിളിൽ മാർക്ക് ചെയ്യാം. തേർഡ് സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് സെക്കൻഡ് സൈക്കിളിൽ കിട്ടിയ വാല്യൂസിന്റെ തൊട്ട് താഴെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബി എയിൽ കിട്ടിയ വാല്യൂ 14.68 മാർക്ക് ചെയ്തു. ദെൻ ബി സിനകത്ത് 19.62, സി ബിയിൽ മൈനസ് 20.39, സി ഡിനകത്ത് മൈനസ് 15.26. ഇപ്പം നമ്മൾ തൊട്ടടുത്ത വാല്യൂസ് ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അല്ലേ. 14.35, 14.68, 19.18, 19.62, മൈനസ് 20.26, മൈനസ് 20.39, മൈനസ് 15.16ഉം മൈനസ് 15.26ഉം ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സൈക്കിളും കൂടി ചെയ്താൽ ഡിഫറൻസ് കുറച്ചുകൂടെ കുറയും. ഓക്കെ, സോ നെക്സ്റ്റ് ഫോർത്ത് സൈക്കിൾ സിമിലർ പ്രൊസീജിയർ തന്നെ. എം ഡാഷ് ബി എസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.214, ദെൻ സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി മൈനസ് 48.33. എയിൽ നിന്ന് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എ ബി 0 ആണ്. ദെൻ സി ബിയുടെ വാല്യൂ തൊട്ട് മുമ്പ് നമ്മൾ എഴുതി മൈനസ് 20.39 അല്ലേ. നമുക്കിവിടെ കിട്ടിയത് മൈനസ് 20.39. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 14.70. സിമിലർലി എം ഡാഷ് ബി സി ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ചേഞ്ച് ആയി, ബാക്കി എല്ലാം സെയിംസ്. റൊട്ടേഷൻ ഫാക്ടർ മാത്രം ചേഞ്ച് ആയി, ബാക്കിയെല്ലാം സെയിം. ദാറ്റ് ഈസ് മൈനസ് 0.286 ഇൻറ്റു മൈനസ് 48.33 പ്ലസ് 0 മൈനസ് 20.39, that is 19.65. Next, m dash CB is equal to minus 0.286. Then sigma fixed moment at joint C 51.67. Then B in C ലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ ബി സി ആണ്. ബി സിയിലെ റൊട്ടേഷൻ ഫാക്ടർ നമുക്ക് കിട്ടി 19.65 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡി സിയിലെ വാല്യൂ 0. ഓക്കെ, സോ വി ഗെറ്റ് മൈനസ് 20.40. Then fourth cycle last member, that is m dash CD. M dash CD is equal to rotation factor minus 0.214. Rotation factor മാത്രമേ ചേഞ്ച് ആവുള്ളൂ, ബാക്കി ബ്രാക്കറ്റിലെ ടേം സെയിം തന്നെ വരിക. സിഗ്മ എം സി 51.67. ദെൻ ബി സി എന്ന് വരുന്ന റൊട്ടേഷൻ ഫാക്ടർ 19.65 നമുക്കിവിടെ കിട്ടിയ വാല്യൂ. ദെൻ ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഡി സിയിലെ വാല്യൂ 0 വരും. സോ വി ഗെറ്റ് മൈനസ് 15.26. ദെൻ ഈ കിട്ടിയ വാല്യൂ ബി എയിലെയും ബി സിയിലെയും സി ബിയിലെയും സി ഡിയിലെയും നമുക്ക് കിട്ടിയ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് നമ്മുടെ ക്യാനിസ് ടേബിളിനകത്ത് മാർക്ക് ചെയ്യുക. ഫോർത്ത് സൈക്കിൾ. ദെൻ അതിനുശേഷം നമ്മൾ തേർഡ് സൈക്കിളിൽ കിട്ടിയ വാല്യൂ ഫോർത്ത് സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുക. നെഗ്ലിജിബിൾ വാല്യൂ ആണ്, നമുക്ക് ഈ ഫോർത്ത് സൈക്കിളോട് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കിൾ കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ തേർഡ് സൈക്കിളിലെ വാല്യൂസ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് സൈക്കിളിലെ വാല്യൂ ദാറ്റ് ഈസ് 14.70, 19.65, മൈനസ് 20.40, മൈനസ് 15.26. ഇപ്പോൾ രണ്ട് തൊട്ടടുത്ത തേർഡ് സൈക്കിളിലെയും ഫോർത്ത് സൈക്കിളിലെയും വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സോ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു ക്യാനിസ് പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, 14.68 ഉള്ളത് 14.70, ദാറ്റ് ഈസ് 0.02 ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ക്യാനിസ് പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ മൊമെന്റ്. ദെൻ ഫൈനൽ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് മൊമെന്റ് പ്ലസ് 2 ഇൻറ്റു നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. ഇതാണ് ഫൈനൽ മൊമെന്റിന്റെ ഇക്വേഷൻ. ഓരോ മെമ്പർ കൺസിഡർ ചെയ്തിട്ട് ആ മെമ്പറിലെ ഫിക്സഡ് മൊമെന്റും അതിനകത്ത് വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് തമ്മിൽ നമുക്ക് ഓരോ മെമ്പറിനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ മൊമെന്റ് കിട്ടും. നമുക്ക് ടേബിൾ വരച്ചിട്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പ്, ഫൈനൽ മൊമെന്റ്. ദെൻ ഫസ്റ്റ് കൺസിഡർ ജോയിന്റ് എ. ജോയിൻസ് നമ്മൾ മാർക്ക് ചെയ്തു എ ബി സി ഡി. ദെൻ മെമ്പേഴ്സ് എ ബി ബി എ ബി സി സി ബി സി ഡി ആൻഡ് ഡി സി. ദെൻ ഓരോ മെമ്പറിലെയും ഫിക്സഡ് മൊമെന്റ്സ് എഴുതാം. എ ബിയിൽ മൈനസ് 10, ബി എ പ്ലസ് 10, ബി സി മൈനസ് 58.33, സി ബി 71.67, സി ഡി മൈനസ് 20, ഡി സി 20. ദെൻ നെക്സ്റ്റ് നിയർ എൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ്. നിയർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ നിയർ എൻഡ് എന്ന് പറഞ്ഞാൽ എ ബി തന്നെ വരും. ബി എയുടെ നിയർ എൻഡ് എന്ന് പറഞ്ഞാൽ ബി എ. ഏതാണ് മെമ്പർ കൺസിഡർ ചെയ്യുന്നത്? നിയർ എന്ന് പറഞ്ഞാൽ അതേ മെമ്പർ തന്നെ. ഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് മെമ്പർ, ദാറ്റ് ഈസ് അതിന്റെ ഡയറക്ഷൻ. നമ്മൾ എ ബിയുടെ ലെഫ്റ്റ് ടു റൈറ്റ് കൺസിഡർ ചെയ്യുമ്പോഴാണല്ലോ എ ബി വരുന്നത്. അതിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് ബി എ ആണ് എ ബിയുടെ ഫാർ എൻഡ് വരിക. ഓക്കെ, ബി എയുടെ ഫാർ എൻഡ് എ ബി വരും. ബി സിയുടെ ഫാർ എൻഡ് സി ബി, സി ബിയുടെ ഫാർ എൻഡ് ബി സി, സി ഡിയുടെ ഫാർ എൻഡ് ഡി സി ആൻഡ് ഡി സിയുടെ ഫാർ എൻഡ് സി ഡി. അങ്ങനെ വരും. അതാണ് ഫാർ എൻഡ്. നിയർ എന്ന് പറഞ്ഞാൽ സെയിം മെമ്പർ തന്നെ. ഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ അതിന്റെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് എ ബിയുടേത് ബി എ വരും. നമ്മുടെ ഇക്വേഷനിനകത്ത് 2 ഇൻറ്റു നിയർ എൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. 2 ഇൻറ്റു വാല്യൂ എഴുതാം.
സോ നമുക്ക് എ ബിയിലെ കിട്ടിയ വാല്യൂ എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നു. എ ബിയിലെ വാല്യൂ ഇപ്പോൾ 0 ആണ്. ഇത് നമ്മുടെ ക്യാനസ് ടേബിളിലെ ലാസ്റ്റ് സൈക്കിളിലെ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ക്യാനസ് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബി എനകത്തുള്ള ലാസ്റ്റ് റൊട്ടേഷൻ വാല്യൂ 14.70 ആണ്. ബി സിനകത്ത് 19.65 ആണ്. സി ബിയിൽ -20.40 ആണ്. സി ഡിനകത്ത് -15.26 ആണ്. ഈ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫൈനലിലെ വാല്യൂസ് ആണ് നമ്മൾ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എ ബിയിൽ 0 ആണ്. നെക്സ്റ്റ് ബി എൻ്റെ ഫാർ എൻഡ് ബി എ തന്നെ, ദാറ്റ് ഈസ് ബിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ ഫൈനൽ റൊട്ടേഷൻ വാല്യൂ ഫൈനൽ സൈക്കിളിൽ കിട്ടിയ റൊട്ടേഷൻ വാല്യൂ 14.70. ദെൻ ബി സിയിൽ 19.65, സോ 2 ഇൻറ്റു 19.65. ദെൻ സി ബിയിൽ -20.40, ദാറ്റ് ഈസ് 2 ഇൻറ്റു -20.40 വരും. സി ഡിയുടെ റൊട്ടേഷൻ വാല്യൂ -15.26, സോ 2 ഇൻറ്റു -15.26. ഡി സിയിലെ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. സോ എ ബിയുടെ ഫാർ എന്ന് പറഞ്ഞാൽ ബി എ ആണ് വരിക. സോ ബി എയിലെ റൊട്ടേഷൻ നമ്മുടെ ക്യാനസ് ടേബിൾ നോക്കിയിട്ട് നമുക്ക് അതിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റും. എ ബിയുടെ ഫാർ ആൻഡ് ബി എ ആണ്. ബി എയിൽ നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ 14.70 ആണ്. സോ അതിവിടെ എഴുതി. ദെൻ ബി എയുടെ ഫാർ ആൻഡ് എ ബി ആണ്. എ ബിയിലെ റൊട്ടേഷൻ വാല്യൂ 0 ആണ്. ദെൻ ബി സിയുടെ ഫാർ ആൻഡ് സി ബി ആണ്. സി ബിയിൽ കിട്ടിയ റൊട്ടേഷൻ വാല്യൂ -20.40, സോ അതിവിടെ എഴുതി. ദെൻ സി ബിയുടെ ഫാർ ആൻഡ് ബി സിയിലെ റൊട്ടേഷൻ വാല്യൂ 19.65, സോ അതിവിടെ എഴുതി. നെക്സ്റ്റ് സി ഡിയുടെ ഫാർ ആൻഡ് ഡി സി ആണ്. ഡി സിയിൽ റൊട്ടേഷൻ വാല്യൂ 0 ആണ്. അത് സി ഡിയുടെ കോളത്തിൽ എഴുതി. ദെൻ ഡി സിയുടെ ഫാർ ആൻഡ് സി ഡി ആണ്. സി ഡിയിലെ റൊട്ടേഷൻ വാല്യൂ -15.26, അതിവിടെ എൻ്റർ ചെയ്തു. അതിവിടെ എഴുതി. നെക്സ്റ്റ് നമുക്ക് ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ മൊമെന്റിന്റെ ഇക്വേഷൻ ഫിക്സ്ഡ് മൊമെന്റ് പ്ലസ് 2 ഇൻറ്റു നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഫൈനൽ മൊമെന്റ് നമുക്ക് ഡയറക്റ്റ് ഈ 3 കോളത്തിലും വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ മൊമെന്റ് കിട്ടും. കാരണം 2 ഇൻറ്റു നമ്മൾ ഓൾറെഡി ഇവിടെ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി. എ ബിയിലെ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു -10 + 2 × 0 + 14.70, ദാറ്റ് ഈസ് 4.70. ദെൻ ബി എയിലെ 10 + 2 × 14.70 + 0, 39.4. ബി സിയിലെ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു -58.33 + 2 × 19.65 -20.40, ദാറ്റ് ഈസ് -39.4. നെക്സ്റ്റ് സി ബിയിൽ 71.67 + 2 × -20.40 + 19.65, ദാറ്റ് ഈസ് 50.52. ദെൻ സി ഡിയിൽ -20 + 2 × -15.26 + 0, ദാറ്റ് ഈസ് -50.52. ദെൻ ഡി സിയിൽ 20 + 2 × 0 -15.26 = 4.70. നമ്മൾ എല്ലാ മെമ്പേഴ്സിലെയും ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ബീമിനെ സ്റ്റാനിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 3-4 സൈക്കിൾ ചെയ്യേണ്ടി വരും. ദെൻ ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ബെൻഡിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലൊക്കെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചതുപോലെ തന്നെയാണ് ഇതിനകത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കേണ്ടത്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടെ വരക്കാം. സോ എല്ലാവർക്കും ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.